പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. ആ പരിപാടിയും ഇൻഷാ അല്ലാഹ് ഇനി ഉണ്ടാവില്ല. ആക്ഷേപിക്കലും കുറ്റം പറയലും പരിഹസിക്കലും ഒന്നുമില്ല. പക്ഷെ വളരെ വ്യക്തമായി ഞാൻ ചോദിച്ചു മിനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, അല്ല നിങ്ങൾ ബയ്യത്ത് ചെയ്ത് കൊടുക്കൂല. ശൈഖ് റളിയല്ലാഹു അൻഹു ആരുടെയെങ്കിലും കൈപിടിച്ച്, സ്ത്രീകളുടെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഇല്ല. ഇന്ന് വരെ ഒരു സ്ത്രീക്കും കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത് കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആരുടെയെങ്കിലും കൈപിടിച്ച് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്ത്, സ്ത്രീകളുടെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് പറയട്ടെ, അത് തെളിയിക്കട്ടെ, അതിന് തെളിവുകൾ ഹാജരാക്കട്ടെ. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, ആരെയും ആക്ഷേപിക്കൂല. സമസ്തയുടെ 40 ആലിമീങ്ങളും കള്ളത്തരം പറഞ്ഞു എന്നേ മാത്രമേ പറയുള്ളൂ. അത് പിന്നെ ആക്ഷേപാവൂല. എന്നാൽ അദ്ദേഹത്തെ വാസ്തവത്തിൽ കക്കാട് ഫൈസി വഞ്ചിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹവും കൂടി മനസ്സിലാക്കാൻ വേണ്ടി കൈ പിടിച്ച പെണ്ണിന്റെ ഭർത്താവിനെയാണ് ഇനി ഞാൻ ഹാജരാക്കുന്നത്. ആര്? ശൈഖ് മുഖ്താർ കൈ പിടിച്ച പെണ്ണിന്റെ ഭർത്താവിനെയാണ് ഞാൻ ഹാജരാക്കുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചാ പിടിച്ചത്. കേട്ടോളി. അബ്ദുറഹ്മാൻ ചെങ്കോട്ടുകാവ്, കൊയിലാണ്ടി. ആ, ഇവിടെ കോഴിക്കോടാണ്. കോഴിക്കോട്. നമ്മുടെ ഈ കക്കാട് മുഹമ്മദ് ഫൈസി പ്രചരിപ്പിക്കുന്ന തരീഖത്തിന്റെ ശൈഖിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. എവിടുന്നാ കണ്ടത്? ഈജിപ്തിൽ പോയ സമയത്ത്. ഈജിപ്തിൽ നിങ്ങൾ എന്തിനു പോയതായിരുന്നു? കക്കാട് ഇങ്ങനെ ഒരു ടൂർ ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി അതിൽ പോയി. ഞങ്ങൾ ഈ ഷെയ്ഖിൻ്റെ മുമ്പുണ്ടായിരുന്ന ഉസ്മാൻ എന്ന് പറയുന്ന ആളുടെ ഒരു റൂസ് മറ്റോ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പോയത്. അതെ അതെ. അത് ഞങ്ങൾ പിന്നെ പൊറ്റമ്മലൊരു വീടുണ്ടായിരുന്നു, അവിടെ നിന്ന് കുറേ നടത്തിയിരുന്നു. അതെൻ്റെ ഒരു വീടായിരുന്നു. അത് നടത്തിയിരുന്നു. താമസമില്ലാത്തൊരു വീടുണ്ടായിരുന്നു, അവിടെ വെച്ച് ഇങ്ങനെ നടത്താറുണ്ടായിരുന്നു. കൊടുത്ത അനുവദിച്ചായിരുന്നു. ഒരു 6 മാസം പോലെ അവിടെ നടന്നു. പിന്നീട് ഞങ്ങൾ ഒരു സ്വന്തമായിട്ട് ഒരു സ്ഥലം എടുത്തു. ഇപ്പം മദിൽക്കറാം എന്ന് പറയുന്ന സ്ഥലം, ഒരിക്കൽ സ്ഥലം എടുത്തു, 1 ഏക്കർ സ്ഥലം എടുത്തു. അവിടെ ഇതൊക്കെ ഉണ്ടാക്കി, ഷെഡൊക്കെ ഉണ്ടാക്കി. അവിടെ നിന്നാണ് പിന്നീട് ഇതുണ്ടാവുന്നത്. എൻ്റെ പേരിലും കൂടിയിട്ടായിരുന്നു എടുത്തത്. ഞാൻ പങ്കെടുത്ത് പോകാൻ പൈസ കൊടുത്ത് എൻ്റെ പേരിലും കൂടിയായിരുന്നു അതെടുത്ത്. ഞങ്ങൾ 3 പേരിലായിട്ട് എടുത്തായിരുന്നു. എൻ്റെതും ഒരു അബ്ദുൽ കുരികൾ എന്ന് പറയുന്ന ആളും പിന്നെ കക്കാട്, അങ്ങനെ 2-3 പേര് പൈസ എടുത്ത. എല്ലാവരും കളക്ഷൻ എടുത്തിട്ടാണ് വാങ്ങിച്ചത്. ഓരോരോ വ്യക്തികളിൽ നിന്നുള്ള കളക്ഷൻ ആയിരുന്നു. അതെ, ഇതിലുള്ള അന്തസൂക്കികൾ എന്ന് പറയുന്ന ആൾക്ക് മാത്രമാണ് ആ പൈസ എടുത്തത്. 1,60,60,000 രൂപ വെച്ചിട്ട് 10 ആളോ മറ്റോ എടുത്തതാണ് എൻ്റെ കൊടുത്തു. 1,60,60,000 ഞാനന്ന് വാങ്ങിപ്പോൾ കൊടുത്തു. ആ സ്ഥലം വാങ്ങിച്ചു. ഞങ്ങൾ 10 പേര് 1,60 വീതം വെച്ചെടുത്തിട്ട് ഞങ്ങളുടെ 3 ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. 3 വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തോ, അല്ലെങ്കിൽ 3 ആൾ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തോ? 3 വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഈ സ്ഥലം പിന്നെ ഇപ്പോഴും നിങ്ങളുടെ പേരിലുണ്ടോ? ഇല്ല, ഞാൻ ഇതിൽ നിന്ന് ഉസ്താദ് ഞങ്ങളൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം എൻ്റെ പേരിൽ നിന്ന് അവർ തിരിച്ചങ്ങോട്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. നിങ്ങൾ ഈ ഈജിപ്തിൽ പോയപ്പോൾ നിങ്ങളും ഭാര്യയും പോയിട്ടുണ്ടല്ലോ, അങ്ങനെ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ കൈറോ എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ ഞങ്ങളുടെ വണ്ടി വന്ന് കുട്ടി ഞങ്ങളുടെ മദിൽക്കിറാം എന്ന സ്ഥലത്തേക്ക്, അവിടെ മദിൽക്കിറാം ഉണ്ടായിരുന്നു, 150 കിലോമീറ്റർ ദൂരത്തുള്ള അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ എത്തിയ ഉടനെ ഞങ്ങൾ ഷെയ്ഖുമായിട്ട് ഞങ്ങൾ കക്കാട് പരിചയപ്പെടുത്തി ഞങ്ങൾ കെട്ടി മുസാഫത്ത് ചെയ്തു. ഞങ്ങളുടെ സ്ത്രീകൾക്ക് അവർ സ്ത്രീകൾക്ക് കൈ കൊടുത്ത് ചെയ്തു. പിന്നെ ഷെയ്ഖ് സ്ത്രീകളുടെ ഭാര്യയും ഭാര്യയും കൈ കൊടുത്തു. പിന്നെ ഞങ്ങളവിടെ ഒരു 5-6 ദിവസം താമസിച്ചു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ക്ലാസ്സുകളുണ്ടാവും, രാത്രി ക്ലാസ്സുകളുണ്ടാവും. പിന്നെ ഉസ്മാൻ എന്നവരുടെ ഒരു അറൂസ് ഉണ്ടായിരുന്നു. ഒരു ഏപ്രിൽ മാസമാണ് അത്. ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിലായിരുന്നു. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ പോയത്.
നിങ്ങളെ ഭാര്യയും നിങ്ങളെ കക്കാടിന്റെ കൂടെ പോയ മറ്റേ ഒരു അബ്ദുഖാന്റെ ഭാര്യ ഉണ്ടല്ലോ, അവർ രണ്ടാളും ഇങ്ങനെ നാട്ടിൽ നിന്ന് സാധാരണ അങ്ങനെ അന്യപുരുഷന്മാർക്ക് കൈ കൊടുത്ത് പരിചയം ഉണ്ടാവില്ലല്ലോ ആ സ്ത്രീകൾക്ക്. അപ്പൊ അവര് ഈ ഇയാൾക്ക് കൈ കൊടുക്കാൻ എങ്ങനെയാ അവർക്ക് ധൈര്യം വന്ന്? അത് പുരുഷന്മാരുടെ സ്വഭാവത്ത് കഴിഞ്ഞപ്പം കക്കാട് പറഞ്ഞ് കൈ കൊടുത്തോളൂ എന്ന് കക്കാട് പറഞ്ഞത് കൊണ്ടാണ് കൈ കൊടുത്തത്. സ്ത്രീകളോടാ കക്കാട് പറഞ്ഞു. ഞങ്ങൾ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി നിന്ന ഉടനെ തന്നെ അവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഷെയ്ക്ക് നിൽക്കുന്നത്. അന്നേരം അവരോട് പറഞ്ഞു, കക്കാട് പറഞ്ഞ് നിങ്ങൾ അവരെ കൈ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോരുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ ഒക്കെ ആൾക്കാർ ആണുങ്ങളൊക്കെ ബസ്സിൽ കയറി, അന്നേരം പെണ്ണുങ്ങളും കൈ കൊടുത്തിട്ടാണ് ബസ്സിൽ വന്ന് തിരിച്ചു കയറി. ഈ ഷെയ്ഖ് മുക്താർ എന്ന് പറഞ്ഞ ആൾക്ക് കൈ കൊടുത്തു. എൻ്റെ ഭാര്യ കൊടുത്തു. പറയും അവൾ എന്നോട് ഫസ്റ്റിലത്തെ ദിവസം തന്നെ അവൾ പറഞ്ഞേക്ക് എൻ്റെ ഒതു പോയി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കൈ കൊടുത്ത ഉടനെ പിന്നെ രണ്ടാമത് ഞങ്ങൾക്ക് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒതു ഉണ്ടാക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ പറഞ്ഞു ഒതു പോയി എന്നുള്ള പറഞ്ഞുകൊണ്ട് അങ്ങനെ എപ്പോഴും പറയും. ഇപ്പം ചോദിച്ചാൽ എപ്പോഴും പറയും കൈ കൊടുത്തിട്ടുണ്ട്. അത് സത്യമാണത്. അതേപ്പറ്റി എനിക്ക് പിടിച്ച ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കണ്ടതാണ്. എൻ്റെ കാര്യത്തിന് മുമ്പ് അബ്ദുഖാന്റെ ഭാര്യൻ്റെ കൈ കൊടുത്തത് എൻ്റെ ഞാൻ കണ്ടതാണ്. എൻ്റെ ഭാര്യ ഞാൻ കണ്ടതാണ്. അത് രണ്ടും ഞാൻ കണ്ടതാണ്. 2 പ്രാവശ്യമാണ്. തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും കൈ കൊടുത്തിട്ടുണ്ട്. അതെ ഞാൻ സാക്ഷിയാണ്. കോടതിയിൽ പറയൂ. ആ അതെ. അപ്പോൾ ഈ ഷെയ്ഖ് മുഖ്താർ പിന്നെ നിങ്ങളെ ഭാര്യൻ്റെ കയ്യും അതുപോലെ തന്നെ ഈ അബ്ദുഖാന്റെ ഭാര്യൻ്റെ കയ്യും പിടിച്ചു എന്നതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അള്ളാൻ്റെ അടുക്കൽ കുറ്റക്കാരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കക്കാടിൻ്റെ തരീഖത്തിനെ നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ അള്ളാൻ്റെ അടുക്കൽ എത്തിയാൽ എൻ്റെ ഭാര്യൻ്റെ കൈ അയാൾ പിടിച്ചു എന്നറിയാൻ എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഭാര്യയും കുട്ടി അയാളുടെ അടുത്ത് പോയിട്ടില്ല. അതുപോലെ പിന്നെ ഞങ്ങളാരും പോയിട്ടില്ല. 2 ആളുകളെ പെണ്ണുങ്ങളെ അന്യ സ്ത്രീകളുടെ നിങ്ങളെ ഭാര്യൻ്റെയും നിങ്ങളെ ഭാര്യയായിട്ടും അതുപോലെ തന്നെ അബ്ദുഖാന്റെ ഭാര്യയായിട്ടും അയാൾക്ക് മുലകുടി ബന്ധമോ മറ്റു ബന്ധമോ ഉണ്ടായി യാതൊരു സാധ്യതയില്ല. നിങ്ങൾ ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. ഇവർ രണ്ടാളെയും കൈ അയാൾക്ക് കൊടുക്കുകയും അയാൾ കൈ പിടിക്കുകയും ചെയ്തു എന്നും കക്കാട് മുഹമ്മദ് ഫൈസി കൈ കൊടുത്തോളൂ എന്ന് അവരോട് പറഞ്ഞു എന്നും ഉള്ളത് നിങ്ങളെ അനുഭവത്തിൽ നിങ്ങളതിന് സാക്ഷിയാണ്. അള്ളാൻ്റെ അടുക്കൽ നിങ്ങളതിന് സാക്ഷിയായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ അത് സത്യമായ കാര്യമാണ്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവർ 2 കൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആണുങ്ങളൊക്കെ കൈ കൊടുക്കുന്ന മാതിരി തന്നെ കൈ കൊടുത്തിട്ടുണ്ട്, കൈ പിടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ കക്കാടിനോട് ഇതിനെ പറ്റിയാണോ ചോദിച്ചിരുന്നത്? ഈ കൈ കൊടുത്തതിനെ പറ്റി ചോദിച്ചിരുന്നു. അന്നേരം പറഞ്ഞ് പിന്നെ അത് CM വലിയതാക്കല്ലോ, അങ്ങനെ സ്ത്രീകളൊക്കെ കൈ കൊടുക്കാറുണ്ട്. അതൊരു മറ്റൊരു ബന്ധമാണത്. അത് വാപ്പ എന്നുള്ള വേറെ എന്താണ് ഒരു ഇങ്ങനത്തെ ഒരു ബന്ധം ആണ്. ഞങ്ങളുടെ വാപ്പ എന്നുള്ള ബന്ധമായതുകൊണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് കൈ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. കക്കാട് പറഞ്ഞാ വാപ്പ എന്ന്. നമ്മളെ ദൃഷ്ടിയിൽ കെട്ടിടത്തിലോളം വടകര തരീഖത്ത് തന്നെ തരീഖത്തുണ്ട്. വടകര തങ്ങൾ അയാൾ ശരിക്ക് അന്യപെണ്ണുകൾ ചുംബിക്കുന്ന തന്നെ ഉണ്ട്. അതുപോലെ ഈ കൂത്തുപറമ്പിലെ ഒരു തരീഖത്തുണ്ട്, പിന്നെ ഒരു കാക്കാൻ്റെ, അയാളും തന്നെ വേങ്ങാട് ഷെയ്ഖ് എന്നിട്ട് അയാളും പെണ്ണുങ്ങളെ കൈപിടിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ അന്യപെണ്ണുങ്ങളെ കൈപിടിക്കാനുള്ള ഇവർക്ക് ഒരു വലിയൊരു ഹോബിയായിട്ട് തന്നെയാണ് മനസ്സിലായത് കള തരീഖത്തുകാർക്ക്. അപ്പം അത് ഈ ഷെയ്ഖ് അങ്ങനെ കൈപിടിച്ചു എന്നതിന് അള്ളാൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അങ്ങനെ പിടിച്ചു എന്നുള്ള റിപ്പോർട്ട് നിങ്ങളും നിങ്ങളെ ഭാര്യയും നിങ്ങൾ നേരിൽ കണ്ടു, നിങ്ങളെ ഭാര്യയുടെ കൈ പിടിച്ചു എന്ന് അവളും നിങ്ങളും ഇവിടെ ഇപ്പം നമ്മളെ മുമ്പിൽ നിങ്ങൾ സാക്ഷിയാണ്. അത് നിങ്ങൾ അള്ളാൻ്റെ അടുക്കലും സാക്ഷി തന്നെ ആയിരിക്കൂലേ? അത് എനിക്ക് അറിയേണ്ടതാണ്. വല്ലാഹി ഞാനും എൻ്റെ ഭാര്യ അതിന് സാക്ഷിയായിരിക്കും. അന്യ പെണ്ണുങ്ങൾ കൈപിടിച്ചത് പിന്നെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഉണ്ടായതാണ്. അത് ഞങ്ങൾ എപ്പോഴും എവിടെ വെച്ച് ഞങ്ങൾ തുറന്നത് പറയും. പ്രയാസം ഉണ്ടല്ലോ, എനിക്ക് കൂടുതൽ റാഹത്ത് ഉണ്ടായിരുന്നു. ഒഴിവായതിൻ്റെ ശേഷം എൻ്റെ റസാക്ക് ഭായി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എൻ്റെ കൂടെ ഒഴിഞ്ഞ ആളാണ് റസാക്ക് എന്ന് പറയുന്നത്. കോഴിക്കോട് അയാളുടെ ഞാൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് എനിക്ക് കൂടുതൽ റാഹത്താന്നാണ് പറഞ്ഞത്. അയാളും റസാക്ക് എന്ന് പറയുന്നത് റസാക്ക് ഭായി എന്ന് പറഞ്ഞ ഒരാളുടെ ഒഴിവാൽപ്പെട്ടതാണ്. അയാളോട് ഞാൻ അങ്ങനെ ചോദിച്ചു, ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല, എനിക്ക് നല്ല റാഹത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൈദനി ആവശ്യപ്പെട്ടൊരു സംഗതിയാണ് തെളിയിക്കണമെന്നുള്ളത്. അത് തെളിയിക്കണം എന്ന് തന്നെ അവനെ തെളിയിച്ചു കൊടുക്കണ്ടേ?
സമസ്ത കേരള ജമിയത്തുൽ ഉലമ തെളിവില്ലാതെ ഒന്നും പ്രഖ്യാപിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വരെ സമസ്ത എടുത്ത ഒരു തീരുമാനം പിന്നീട് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയേണ്ടി വന്നിട്ടുമില്ല.